കയസ് ഈ സിനിമ വിഷ്വലൈസ് ചെയ്തത് ഞങ്ങളെല്ലാം വിഷ്വലൈസ് ചെയ്തതിൽ നിന്നും ഒരുപാട് മുകളിലാണ്. ഒരു കാര്യം ഞാനും കാവ്യ എന്നും സെറ്റിൽ വെച്ച് പറയാനുള്ളൊരു കാര്യം, കയസ് മലയാളത്തിലെ ഏറ്റവും നല്ല ഡയറക്ടേഴ്സിൽ ഒരാളായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. ബിക്കോസ് കയസ് സിനിമ ഒരു പുതിയ ഡയറക്ടർ, ഞാൻ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സ്, ഞങ്ങൾ 6-7 പുതിയ ഡയറക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഞാൻ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും പ്രിപ്പയർഡായിട്ട് സെറ്റിൽ വരുന്ന ഒരു പുതിയ ഡയറക്ടർ, ഒരു കൺഫ്യൂഷനും ഇല്ല. കയസിന് എന്ത് ഷോട്ടാണ് വേണ്ടതെന്നുള്ളത് കയസ് മനസ്സിൽ കണ്ടിട്ടുണ്ട്. അത് ഒരു ഷോട്ട് കഴിയുമ്പോൾ കയസ് പറയുന്ന ലെൻസ് ഏതാണെന്നും എവിടെയാണെന്ന് വെക്കേണ്ടതും അല്ലേ ഏതാണെന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു ഡയറക്ടർ എനിക്ക് തോന്നുന്നു കയസ് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ള യങ്സ്റ്റേഴ്സിൽ. സോ ഈ വെരി ലോങ് വേ. ആകാശവാണി എന്ന് പറയുന്നത് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം ഒന്ന്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന കാവ്യ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആക്ട്രസ് കാവ്യാണ്. ഞാൻ പല ഇന്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്. കാവ്യൻ്റെ ഇന്റർവ്യൂസ് ഒന്നും കേട്ട് കാണാൻ വഴിയില്ല അല്ലേ? ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആക്ട്രസ്സാണ്. ഞാൻ 5 വയസ്സുള്ളപ്പോൾ തൊട്ട് കാവ്യനെ സിനിമയിൽ കാണാറുണ്ട് അല്ലേ? അപ്പം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആക്ട്രസ്സാണ്. അപ്പം ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും കാവ്യ കോളേജ് എന്തായാലും അങ്ങനെ കാവ്യയുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ ഐ എം വെരി ഫ്രഷ്. ഞാൻ 2.5 വർഷമായിട്ടുള്ള സിനിമ വന്നിട്ട് 2.5 വർഷത്തിനുള്ളിൽ ഐ മീൻ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് സിനിമ വന്നിട്ടുണ്ട്. മീഡിയയിൽ ഒരു 10-15 ഇയേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത് 2.5 വർഷം. ഈ 2.5 വർഷം കൊണ്ട് 12 സിനിമയിൽ അഭിനയിച്ചു, ചെറുതും വലുതായിട്ട്. 6 സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. വർക്കിംഗ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് നേരിടുന്ന പ്രോബ്ലം, ഈഗോ ക്ലാഷ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടുപേർക്കും സമയമില്ലാത്ത ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലി, അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. ഏതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡെഫിനറ്റ്ലി കണ്ടിരിക്കേണ്ട സിനിമയാണ്. അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നവർ കണ്ടിരിക്കേണ്ട സിനിമയാണ്. കല്യാണം കഴിച്ച് കുറേ വർഷമായവർ എന്തുകൊണ്ടും കണക്ട് ചെയ്യുന്ന സിനിമയാണ്.